തലശ്ശേരി അതിരൂപതയുടെ ഇരിട്ടിയിൽ പ്രവർത്തിക്കുന്ന ഏഞ്ചൽ ഡയാലിസ് സെന്ററിലെത്തിയാൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കാണാം. ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ഉൾക്കാഴ്ചയിൽ രോഗികൾക്ക് വെളിച്ചമാകുന്ന ഫാദർ തോമസ് മുണ്ടാമറ്റമാണ് ഇവിടുത്തെ അത്ഭുതം. അന്ധതയ്ക്ക് പുറമെ നിരവധി ഗുരുതരമായ രോഗങ്ങൾ അലട്ടുമ്പോഴും രോഗികൾക്ക് ആശ്വാസമാകാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഓടി നടക്കുകയാണ് ഈ വൈദികൻ. എൻ്റെ പേര് ഫാദർ തോമസ് മുണ്ടമറ്റം. ഞാൻ തലശ്ശേരി അതിരൂപതയിലെ ഒരു വൈദികനായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. 1991 ഞാൻ വൈദികനായത്. അതിനുശേഷം തലശ്ശേരി അതിരൂപതയിലെ വിവിധ ഇടവകളിൽ സേവനമനുഷ്ഠിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർത്ഥാടന കേന്ദ്രമായ വളക്കന്നൂർ ഇടവകയിലും വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ഇപ്പോഴേ ഞാൻ തലശ്ശേരി അതിരൂപതയുടെ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമായ ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ പദ്ധതിയായ ഏഞ്ചൽ ട്രസ്റ്റിൻ്റെ ഇരിട്ടിയിൽ ആരംഭിച്ചിരിക്കുന്ന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. പാവപ്പെട്ട രോഗികൾക്ക് ഒരു ആശ്രയ കേന്ദ്രമായിട്ട് ഈ 4 വർഷം കൊണ്ട് ഈ സ്ഥാപനം മാറിക്കഴിഞ്ഞു. ഏകദേശം 21 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നതായിട്ട് എനിക്ക് അനുഭവവേദ്യമായി. അപ്പോൾ ഞാൻ ഡോക്ടറെ സമീപിച്ചപ്പോൾ കണ്ണിൻ്റെ ഡോക്ടർ എന്നോട് ഷുഗറിൻ്റെ ലെവൽ നോക്കാനായിട്ട് ആവശ്യപ്പെടുകയും ഷുഗറിൻ്റെ ലെവൽ നോക്കിയപ്പോൾ 477 എന്ന് കണ്ടെത്തി. അന്ന് മുതൽ പല ഹോസ്പിറ്റലുകളിലായിട്ട് വിവിധ തരത്തിലുള്ള ചികിത്സകൾ, ആയുർവേദ ചികിത്സ ഉൾപ്പെടെ നടത്തിയെങ്കിലും കണ്ണിൻ്റെ കാഴ്ചകൾ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 9 വർഷമായിട്ട് എനിക്ക് പേപ്പറിലൊന്നും വായിക്കാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചകൾ കുറയുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം എന്നെ ആദ്യകാലങ്ങളിൽ ഒത്തിരിയേറെ നിരാശാബോധത്തിലേക്ക്, സങ്കടങ്ങളിലേക്ക്, കാഴ്ചയില്ലാത്തൊരു വൈദികൻ എങ്ങനെ ഇടവകയിൽ പ്രവർത്തിക്കാനുള്ള ചിന്തയൊക്കെ എന്നെ അലട്ടിയിരുന്നു. പക്ഷേ അപ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ ലഭിച്ച വലിയൊരു ശക്തി, നിന്നെ വിളിച്ചത് ഈശോയാണ്, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതൊരിക്കലും നാശത്തിന് വേണ്ടിയല്ല, കൂടുതൽ നന്മയ്ക്ക് വേണ്ടിയിട്ടാണുള്ള ചിന്ത വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കൂടുതൽ ലഭിക്കുവാനായിട്ടിടയായി. ഞാൻ അതിനുശേഷം പടിയൂർ എന്നൊരു കൊച്ചിടവകയിലേക്കാണ് സ്ഥലം മാറിയത്. ആ ഇടവകയിൽ ചെന്നപ്പോൾ കണ്ണിന് ഒരു നല്ല കാഴ്ചക്കുറവുണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം ഇടവകയിലെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനുള്ള കാഴ്ചശക്തി ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ 2 കിഡ്നികൾക്കും തകരാറിലായി. ക്രിയാറ്റിൻ വളരെയേറെ കൂടിയ സമയമായിരുന്നു. അതിൻ്റെ മരുന്നുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഹാർട്ടിന് അസുഖമാണെന്നും ഉടനെ ബൈപ്പാസ് ഓപ്പറേഷൻ വേണമെന്നും ഡോക്ടർ പറഞ്ഞു. 15 വർഷങ്ങൾക്ക് മുമ്പ് ബൈപ്പാസ് ഓപ്പറേഷന് വിധേയമായി. അതൊരു ജീവിതത്തിലെ ഒരു യേശു സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു നിമിഷമായിരുന്നു. ബൈപ്പാസ് ഓപ്പറേഷൻ മുമ്പായിട്ട് പോകുമ്പോൾ ഇനി എനിക്കൊരു ജീവിതമില്ല എന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് എൻ്റെ ഒപ്പിടേണ്ട എല്ലാ രേഖകളിലും, പള്ളി സംബന്ധമായ രേഖകളിലും, എൻ്റെ വ്യക്തിപരമായ രേഖകളിലെല്ലാം ഞാൻ ഒപ്പിട്ട് ഇനി തിരിച്ചു വരികയെന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ ഓപ്പറേഷന് വിധേയമാകാൻ വേണ്ടി പോയത്. എൻ്റെ കിഡ്നിക്ക് അസുഖമുള്ളത് കൊണ്ട് ബൈപ്പാസ് ഓപ്പറേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഓപ്പറേഷന് മുമ്പായി ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്ക് ജീവിതം നീട്ടിത്തരികയാണെങ്കിൽ
ഇനിയുള്ള എൻ്റെ ജീവിതകാലം പാവപ്പെട്ട മനുഷ്യർക്കായി ഞാൻ പ്രവർത്തിച്ചതിനേക്കാളും കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കുമെന്ന് ഈശോയുടെ ഒരു പ്രതിജ്ഞ എടുത്തു. ഞാൻ തിരിച്ചു വന്ന ഇടവകയിലെ പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ അങ്ങാടിക്കടവ് എന്ന ഇടവകയിലേക്കാണ് സ്ഥലം മാറിയത്. ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിഡ്നിക്ക് അസുഖമായി കാഴ്ചശക്തി തീരെ ഇല്ലാത്ത ഒരു വൈദികനെ എന്തിനാണ് ഇതുപോലെയുള്ള വലിയൊരു ഇടവകയിലേക്ക് വെച്ചതെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഞാൻ ഉത്തരമായിട്ട് എനിക്കൊരു ബലിയർപ്പിച്ചപ്പോൾ കിട്ടിയ ഉത്തരം, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്നാണ്. അങ്ങനെ വയ്യാതിരിക്കുന്ന ഞാൻ ബുദ്ധിമുട്ടി വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് ആ പള്ളിയിലിരിക്കുമ്പോൾ അവിടുത്തെ വിൻസെൻ്റ് പോൾ പ്രവർത്തകർ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, ഞങ്ങളിന്ന് രോഗികളെ കാണാൻ പോവുക, അച്ഛൻ വരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നടക്കാനും എണീക്കാനും പറ്റിയില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചു. പക്ഷേ അവർ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി. ഞാൻ കുറച്ച് രോഗികളൊക്കെ എടുത്തു പോയപ്പോൾ എനിക്കെന്തോ ഒരു സന്തോഷം മറ്റുള്ള രോഗികളെ കണ്ടപ്പോൾ. പിറ്റേ ഞായറാഴ്ച ഞാൻ വീണ്ടും ആ ഇൻട്രസ്റ്റ് എടുത്ത് അവരോട് മുന്നോട്ട് പോയി. കാരണം ആ രോഗികളെ കാണുമ്പോൾ എന്തോ ഒരു വലിയ ഒരു ആശ്വാസം എന്നിലേക്ക് തന്നെ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ വിചാരം ഈ ലോകത്തിലെ ഏറ്റവും വലിയ രോഗി ഞാനാണ് എന്നാണ്. ഞാൻ ഇപ്പോഴും ഉണ്ട്, 12ഓളം ഗുളികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റവും വലിയ രോഗിയാണെന്ന ചിന്തയോടെ, ഒന്നിനും കൊള്ളാം, ഇനി എന്നെ കൊണ്ട് കൊള്ളുകയില്ലെന്ന ചിന്തയോടുകൂടി ഇരുന്ന ഞാൻ ഈ രോഗി സന്ദർശനങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ബോധ്യമായി. എന്നെക്കാളും വേദന അനുഭവിക്കുന്ന മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. മരുന്ന് മേടിക്കാനായിട്ട് നിർവാഹമില്ലാത്തവർ, വേദന അനുഭവിക്കുന്നവർ, നോക്കാൻ ആളില്ലാത്തവർ, നല്ല ഒരു കിടക്കാൻ വീടില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, അങ്ങനെ ഒട്ടനവധി സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പാവപ്പെട്ട മനുഷ്യരെ കണ്ടപ്പോൾ ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു. ഞാൻ എത്രയോ ഭാഗ്യവാനാണ്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പറ്റുന്ന സഹായങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുകയും, അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്കായിട്ട് വിവിധ രംഗങ്ങളിൽ കൊടുക്കുകയും ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ രോഗികളെ സന്ദർശിച്ച വിവിധ ഇടവകളിൽ കൂടെ, വിവിധ സ്ഥലങ്ങളിൽ കൂടെ, വിവിധ മതത്തിൽപ്പെട്ടവരെയൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ വൃക്ക രോഗികൾ ഒത്തിരിയേറെ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അവരെ സഹായിക്കാനായിട്ടൊരു പദ്ധതി നമുക്കില്ല. അപ്പോൾ അവരെ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന ചിന്തയോടുകൂടി 10 വർഷങ്ങൾക്ക് മുമ്പ് അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ട്രസ്റ്റിന് രൂപം കൊടുത്തു. ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നിർധനരായ രോഗികളെ വിവിധ സ്ഥലങ്ങളിൽ അയച്ച് അവർക്ക് ഡയാലിസിന് വേണ്ട സാമ്പത്തികം കുറേശ്ശെയൊക്കെ നൽകാനായിട്ട് കഴിഞ്ഞു. പൂർണ്ണമായിട്ടും കൊടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും പകുതി മിച്ചമൊക്കെ അവരെ സഹായിക്കാനായിട്ട് കഴിഞ്ഞു. തുടർന്ന് ഈ വൃക്കരോഗികളെ സഹായിക്കുവാനായിട്ടുള്ള വിവിധ വ്യക്തികളുടെ സഹായത്തോടു കൂടിയാണ് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കൂടുതൽ പേരിലേക്ക് സഹായം എത്തിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. നമുക്ക് ഇന്നത്തെ കണക്ക് ഡയാലിസിസ് സെൻ്ററുകളൊന്നുമില്ല, ചികിത്സാ സൗകര്യങ്ങൾ തീരെ കുറവാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ സഹായമെങ്കിലും അവർക്കൊരു ഉപകാരമാകുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടിയാണ് അത് ആരംഭിച്ചത്. അങ്ങനെ ഡയാലിസിസ് രോഗികൾക്ക് മാത്രമല്ല, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുവാനും ഏകദേശം ഒരു 53ഓളം വീടുകൾ വെച്ച് കൊടുക്കാനായിട്ട് നേതൃത്വം വഹിക്കാനായിട്ട് ദൈവകൃപയാൽ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 4 പേരുടെ വൃക്കകൾ മാറ്റിവെക്കാനായിട്ട് ഇടവകയിലായിരുന്നപ്പോൾ സാധിച്ചിട്ടുണ്ട്. എല്ലാം നേതൃത്വം മാത്രമേ ഉള്ളൂ, സാമ്പത്തികമൊക്കെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ ഭക്ഷണമില്ലാത്തടത്ത് ഭക്ഷണം എത്തിക്കാനും വിറകില്ലാത്തടത്ത് വിറക് കൊണ്ട് കൊടുക്കുവാനും ഒക്കെ ആൾക്കാരെ സംഘടിപ്പിച്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞതൊക്കെ
പൗരോഹിത്യ ജീവിതത്തിന് വലിയൊരു സംതൃപ്തിയായിട്ടാണ് എനിക്ക് ഇന്ന് തോന്നുന്നത്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് വായിക്കാൻ പറ്റാത്ത ഈ അവസ്ഥയിലും ഇന്ന് വരെ എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും അതുപോലെ എല്ലാ പ്രാർത്ഥനകളും കാണാതെ അറിയാം. ഒരു പ്രാർത്ഥന പോലും ഒരിക്കലും ഇതുവരെ തെറ്റിയിട്ടില്ല. അത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. നമുക്കിപ്പോൾ 48ഓളം വൃക്കരോഗികളാണ് ഇവിടെയുള്ളത്. ഈ 48 വൃക്കരോഗികളിൽ നമ്മൾ ഒരു 3/4% നമുക്ക് ഏകദേശം സൗജന്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സാമ്പത്തികത്തിൻ്റെ ദൗർബല്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എത്താത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മുഴുവൻ രോഗികൾക്ക് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. കാരണം നമ്മൾ ഓരോ വൃക്കരോഗികളുടെയും വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഈ ദുരിതം അനുഭവിക്കുന്ന ദുരവസ്ഥകൾ നമുക്ക് പലപ്പോഴും കണ്ടു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഈ അടുത്ത ദിവസം ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗികളുടെ വീട്ടിൽ ഞങ്ങൾ പോയി. അവരുടെ വീട്ടിൽ കയറി ചെന്നാൽ ഒരു വലിയ മലയുടെ മുകളിലാണ്. അവിടെ വണ്ടിയൊന്നും ചെല്ലുകയില്ല. ഞങ്ങൾ ബുദ്ധിമുട്ടി അവിടെ മുകളിൽ കയറി ചെന്നു. എൻ്റെ കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ള 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരത് കണ്ടിട്ട് ആ രോഗിക്ക് ടൗൺ പ്രദേശത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തു. എൻ്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാർ അത്ര സങ്കടകരമായ അവസ്ഥയിലൂടെയൊക്കെയാണ് പലരും കടന്നു പോകുന്നത്. ഒട്ടനവധി സുമനസ്സുകളുടെ സഹായമുണ്ട്. നമ്മൾ ഓർക്കുക, ജീവൻ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു മനുഷ്യൻ്റെ ജീവൻ നീട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും. കർത്താവ് നമുക്ക് അന്ത്യവിധിക്കുള്ള ചോദ്യം തന്നിട്ടില്ലേ? ഉത്തരം എഴുതേണ്ടത് എൻ്റെ ജീവിതത്തിലൂടെയാണ്. ഉത്തരം എഴുതാം. നിരാശപ്പെടാതെ, സങ്കടപ്പെടാതെ, അമിതമായ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാതെ നമ്മുടെ വേദന അനുഭവത്തിലേക്ക് നോക്കാം. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മളെക്കാളും വലിയ രോഗികളും നമ്മളെക്കാൾ അവശത അനുഭവിക്കുന്നവരും ഈ ലോകത്തിലുണ്ട് എന്ന സത്യം തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. അത് കഴിയുന്നത് ആത്മാർത്ഥമായി ബലിയർപ്പിക്കുന്നതിലൂടെയാണ്. പരിശുദ്ധ കുർബാനയുടെ സ്നേഹം ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്കതിന് സാധിക്കുക.